നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വളരെ പ്രതിസന്ധി സൃഷ്ടിച്ച കാർ ബോംബ് സ്ഫോടനവും അതിന് അനുബന്ധമായി നടന്ന വൈറ്റ് കോളർ തീവ്രവാദികളുടെ അറസ്റ്റും ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പാർട്ടിനുള്ള തുടക്കമായി മാറുമെന്ന കാര്യങ്ങൾ രാജ്യം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിലിരിപ്പിന്റെ മേന്മയ്ക്ക് എവിടെ നിന്നും തിരിച്ചടി കിട്ടാൻ ഇടയുള്ളതുകൊണ്ട് ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്നുള്ള കടുത്ത ആശങ്കകൾക്ക് നടുവിലാണ് ഭീകരരാഷ്ട്രമായ പാകിസ്ഥാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധത്തിന്റെയോ പ്രത്യാക്രമണത്തിന്റെയോ ഒരു കാര്യങ്ങളും ഇന്ത്യയുടെ ചലനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ പാർട്ട് 2 ഇന്ത്യൻ പ്രതിരോധ മണ്ഡലങ്ങളിൽ ശക്തമായി തന്നെ ഊഴം കാത്ത് നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ സ്ഥിതിഗതികളൊക്കെ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോഴും അത്തരം സാഹചര്യങ്ങളുടെ കനം തൂങ്ങുന്ന ആശങ്കകൾക്ക് നടുവിലൂടെ രാജ്യം മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ കൊച്ചു കേരളത്തെ അമ്പയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും അമ്പരപ്പിച്ചുകൊണ്ടും തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ ഒരു 16 വയസ്സുകാരനെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘത്തിലേക്ക് ചേർക്കാൻ അവന്റെ പെറ്റമ്മയും അവര് രണ്ടാം ഭർത്താവായി കൂടെ കൂട്ടിയിരിക്കുന്ന ഒരു ലക്ഷണമൊത്ത ഇസ്ലാമിക തീവ്രവാദിയും ശക്തമായ സമ്മർദ്ദങ്ങളും മാനസിക പീഡനങ്ങളും ഏൽപ്പിച്ചെന്നുള്ള വാർത്ത പുറത്തു വന്നത്. 2021 നവംബറിനും 2025 ഒക്ടോബറിനും ഇടയ്ക്ക് ഇംഗ്ലണ്ടിലും കേരളത്തിൽ വെഞ്ഞാറമൂട്ടിലും വെച്ച് നടന്ന ഭീകരമായ റാഡിക്കലൈസേഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെടുമങ്ങാട് സ്വദേശിയായ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി പന്തളംകാരനായ ഒരു ഇസ്ലാം സമുദായസ്ഥനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇസ്ലാമിലേക്ക് മതം മാറുകയും വെമ്പായത്തിനടുത്ത് താമസിക്കുകയും ചെയ്തു. വെമ്പായത്ത് തട്ടുകട നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ ജോലി സംബന്ധമായി UK-യിലേക്ക് ചേക്കേറുന്നത്. അവിടെ വെച്ച് വെമ്പായത്തുള്ള കൂട്ടുകാരിയുടെ ടെസ്റ്റ് എഴുതാൻ UK-യിൽ എത്തിയെന്ന് പറയുന്ന അനിയൻ പരിചയത്തിന്റെ പേരിൽ താൽക്കാലികമായി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചവൻ പിന്നെ വീട്ടുകാരനായി മാറുന്ന നിർലജ്ജമായ പ്രവണതയായിരുന്നു പിന്നീട് കണ്ടത്. മതത്തിന്റെ പ്രതിനിധിയും ദൈവീക പരിവേഷമുള്ള ആളുമാണെന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പറ്റിക്കൂടുകയും ക്രമേണ മതതത്വങ്ങൾക്കപ്പുറത്ത് ഇതര മതസ്ഥരെ നിഗ്രഹിച്ച് ഇല്ലാതാക്കേണ്ടതിന്റെ അനിവാര്യതയെ ചൂണ്ടിക്കാട്ടി കൊടും തീവ്രവാദപരമായ ആശയങ്ങൾ ഈ വീട്ടുകാരെ അമിതമായി പഠിപ്പിക്കാൻ തുടങ്ങി ഇദ്ദേഹം. അല്പം മാനുഷിക മൂല്യങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ആ കുടുംബനാഥൻ അതിനെ എതിർത്തപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി അകറ്റി നിർത്തുകയും ചെയ്തു. മതതത്വങ്ങളിലും മതപ്രഭാഷണങ്ങളിലും മതിമറന്നുപോയ ആ വീട്ടമ്മ മക്കളെയും കൂട്ടി അയാൾക്കൊപ്പം മറ്റൊരു വീട്ടിലേക്ക് മാറുകയും മതപ്രഭാഷകന്റെ ഭാര്യാപദം പൂകുകയും ചെയ്തു. ISIS-ലേക്ക് ചേരാൻ നിർബന്ധിക്കപ്പെട്ട കുട്ടിയുടെയും അവന്റെ മൂത്ത പെങ്ങളുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ മതപ്രബോധകന്റെ വേഷം കെട്ടി നടന്ന തീവ്രവാദിയുടെ വാക്കുകൾ കേട്ട് മക്കളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും മനുഷ്യരെ പച്ചയ്ക്ക് കൊന്നുതള്ളുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയുടെ ദൃശ്യങ്ങൾ കാണിക്കുകയും ഇതിനുള്ള പശ്ചാത്തലങ്ങളെല്ലാം ഒരുക്കുകയും എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് ടാർഗറ്റായി ISIS-ലേക്ക് തന്നെ ചേർക്കാനുള്ള അതിശക്തമായ സമ്മർദ്ദങ്ങളും നിർബന്ധങ്ങളും ചെലുത്തുകയും അതിന് ഈ കുട്ടി വഴങ്ങാതെ വരികയും ചെയ്തതോടെയാണ് UK-യിൽ പരാതിപ്പെടാതിരിക്കാൻ അവനെ തന്ത്രപൂർവ്വം കേരളത്തിലേക്ക് അയച്ചത്. കേരളത്തിലെത്തി തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു മതപഠനശാലയിൽ കഴിയുമ്പോൾ തനിക്ക് നേരിട്ട ദുരവസ്ഥകളെക്കുറിച്ച് സഹപാഠികളോട് വെളിപ്പെടുത്തിയതോടെയാണ് അങ്ങേയറ്റം ഭീകരമായ ഈ യാഥാർത്ഥ്യങ്ങൾ മറനീക്കി പുറത്തു വന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പ്രണയക്കണിയിലൂടെ ഇസ്ലാമിലേക്ക് പെൺകുട്ടികളെ ആസൂത്രിതമായി കൂട്ടുന്നുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞപ്പോഴും ആയതിന്റെ ഇരകളായി ജീവിതം ഹോമിക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ കഥനകഥ തെളിവ് സഹിതം ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴും അത് ചുമ്മാതെയാണ് എന്നും അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നും പറഞ്ഞ് അതിനെ തമസ്കരിക്കാനായിരുന്നു ഇവിടുത്തെ ചില ഉത്തരവാദിത്തപ്പെട്ടവർക്ക് താല്പര്യം. പ്രണയക്കണികളുടെ ഭീകരതയെ വസ്തുനിഷ്ഠമായി ഗവേഷണം ചെയ്തുകൊണ്ട് ബംഗാളി സംവിധായകനായ സുദീപ് തോസൻ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമയെടുത്തപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവുമൊക്കെ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചത് അത് സംഘപരിവാർ ഫാക്ടറികളുടെ ഉൽപ്പന്നമാണ് എന്നായിരുന്നു. തീർന്നില്ല, കോതമംഗലംകാരിയായ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായി എഴുതിയിരുന്നത് തന്നെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ അവളുടെ കാമുകനും അവന്റെ വീട്ടുകാരും ശക്തമായ സമ്മർദ്ദവും പീഡനങ്ങളും നടപ്പിലാക്കി എന്നായിരുന്നു. എന്നിട്ട് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു തത്വ ദീക്ഷകളുമില്ലാതെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനുള്ള തത്രപ്പാടുകളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. കേരളത്തിൽ തഴച്ചു വളരുന്ന നാർക്കോട്ടിക് ജിഹാദിന്റെ ദൂരവ്യാപകമായ വിപത്തിനെ കുറിച്ച് കത്തോലിക്ക സഭയുടെ പാലാ ബിഷപ്പ് അൽമായർക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അഭിമന്യ പിതാവിനെതിരെ കക്ഷിഭേദമന്യേ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇടതരും വലതരും പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ ഒരു ലഹരി ഇടപാടും നടക്കുന്നില്ല എന്നായിരുന്നു.
എന്നാൽ ഹൈന്ദവരും ക്രൈസ്തവരുമായ പെൺകുട്ടികളെ പ്രേമിച്ച് വലയിലാക്കി അവരെ മയക്കുമരുന്നിന്റെ കാരിയർമാരാക്കിയ എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ കാമുകന്മാരാൽ ചതിക്കപ്പെട്ട് ലഹരി സംഘത്തിന്റെ കെണിയിൽ അകപ്പെട്ട, പിടിക്കപ്പെട്ടപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനുള്ളിൽ കിടന്ന് അലറി വിളിച്ചു കലഞ്ഞ അക്ഷയ ഷാജി എന്ന ഹിന്ദു പെൺകുട്ടിയെ കേരളത്തിൽ ആർക്കാണ് മറക്കാൻ കഴിയുക? കേരളത്തിൽ മയക്കുമരുന്ന് കൊണ്ടും പ്രണയം കൊണ്ടും ഒരുക്കുന്ന കെണികളും മതം മാറ്റങ്ങളും ഇല്ല എന്ന് ഘോരഘോരം തള്ളുന്നവരോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് ഇത്രയും മാത്രമാണ്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? ഇസ്ലാമിക ഭീകരവാദത്തോട് തീരെ താല്പര്യമില്ലാത്ത കുട്ടികളെ നിർബന്ധിച്ചും സമ്മർദ്ദത്തിലാഴ്ത്തിയും പീഡിപ്പിച്ചും തീവ്രവാദികളാക്കി മാറ്റാനുള്ള ശക്തമായ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ? നാർക്കോട്ടിക് കെണിയിലായാലും ലവ് ജിഹാദ് പ്രണയക്കെണിയിലായാലും അതിന്റെ പിന്നാമ്പുറത്തേക്ക് അന്വേഷണാത്മക ബുദ്ധിയോടെ ഒന്ന് പരതിച്ചെന്നാൽ കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിതര മതത്തിൽ നിന്ന് സ്ട്രാറ്റജിക്കലായി മതം മാറ്റി കൊണ്ടുവന്ന ചിലരുടെ കഥകളായിരിക്കും. സോണിയ സെബാസ്റ്റ്യൻ എന്ന പെൺകുട്ടിയാണ് പ്രണയക്കെണിയിലൂടെ ആയിഷയായി മാറിയത്. നിമിഷ എന്ന പെൺകുട്ടി ഫാത്തിമയായും മെറിൻ ജേക്കബ് എന്ന പെൺകുട്ടി മറിയമായും മാറിയതും ഇതേ പ്രണയക്കെണിയിലൂടെ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടവരാണ്. ഇത്തരത്തിൽ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ ഇത്തരം തീവ്രവാദിവൽക്കരണം നടക്കുന്നത് എന്ന കാര്യം അതീവ ഗൗരവമുള്ളതാണ്. ഇസ്ലാമികവൽക്കരണത്തിന്റെ പിന്നാമ്പുറത്തുള്ള അത്തരം ചില കപടതന്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു നിർണായകമായ നിരീക്ഷണമായിരുന്നു ഷെക്കേന നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനായ അമൽ സിറിയക്ക് പറഞ്ഞത്. MM അക്ബറിന്റെ കാലഘട്ടത്തിലെ സ്നേഹസമാധം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളം ഒട്ടാകെ ഓരോ സ്ഥലത്ത് അവര് ഒരു കൺവെൻഷൻ പോലെ പരിപാടി ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ക്രിസ്ത്യൻ നാമധാരികളായിട്ട് ആൾക്കാരെ വിളിച്ച് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ അച്ഛന്മാരെ വിളിക്കുന്നു. അങ്ങനെ അച്ഛന്മാരെ വിളിച്ച് ഇസ്ലാമിനെ പറ്റി 2 വാക്കുകൾ പൂഴ്ത്തി പറയുന്നു. അവസാനം അച്ഛന്മാരൊക്കെ പോയതിനു ശേഷമോ അല്ലെങ്കിൽ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ക്രിസ്ത്യാനിയെക്കാളും വലിയ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അവിടെ സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് കേൾക്കുന്ന ജനങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. നാളെ ആ കേൾക്കുന്ന ജനങ്ങളെ കൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും അവരെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കാനായിട്ടും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കാനായിട്ടും ഉള്ള പദ്ധതികൾ അവിടെ തയ്യാറിടുന്നു. എപ്പോഴൊക്കെയോ ഒരു അവസരം കാത്തു നിൽക്കുന്ന ചെന്നായെ പോലെ ആളുകളുടെ ഇടയിലേക്ക് ചാടിക്കയറാനായിട്ട് വെമ്പുന്ന ആൾക്കാരെ പോലെ ഇതിങ്ങനെ നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട്. അത് ഓരോരോ സമയം കിട്ടുന്നു, ഓരോരോ സാഹചര്യം കിട്ടുമ്പോൾ ഒക്കെ കൃത്യമായിട്ടും അവർ ആ പ്ലാനും പദ്ധതിയും വെച്ച് അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന പയ്യൻ, അതായത് സോണിയ സെബാസ്റ്റിനെ മതം മാറ്റുകയും അവസാനം ISIS തീവ്രവാദ പാളയത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത ഈ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന പയ്യൻ അവിടെയും ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകൊച്ചിനെ ഇരയാക്കി എടുക്കുന്നു. അവസാനം അവളെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അവളെയും ഇസ്ലാമിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ കുറെ പേര് ഇതുപോലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മതം മാറ്റി അവസാനം അതെല്ലാം ക്രിസ്തുവിനെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്ന അവർ ആയുധങ്ങളാക്കി അവരെ മാറ്റുന്നു. അവർ നേരെ തീവ്രവാദ പാളയങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. കാര്യം അവരുടെ ജീവൻ ഇവിടെ വിലയില്ലേ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായി വന്നവനെ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവനൊക്കെ കൊല്ലപ്പെടേണ്ടവനാ, അല്ലെങ്കിലും കൊല്ലപ്പെടേണ്ടവനാ, അവൻ പോയി ചത്തോട്ടെ എന്ന രീതിയിലേക്ക് ഒരു ആശയ ധ്രുവീകരണം അവരിൽ കൊണ്ടുപോവുകയും അവരെയൊക്കെ എന്തിനാണ് ഇതുപോലെ ഈ തീവ്രവാദ പാളയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ആശയത്തിന്റെ കാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അതിനൊക്കെ ഉത്തരം ഈ അബ്ദുൾ റാഷിദ് തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയാ ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക, അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരം ഉണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത ഇടങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഗൺസ്, കലാഷ്നിക്കോവ്, ഇതേപോലെ അല്ലെങ്കിൽ വെറും പിസ്റ്റോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഇപ്പൊ ലാസ് വേഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ, നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, റോക്ക് കോൺസേർട്ടിൽ ഷെയ്ത്താന്റെ കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ മിനിമം ഒരു റെയിൽ പാളയെങ്കിൽ തെറ്റിക്കാൻ നോക്കുക, ഒരു ട്രെയിൻ മറിച്ചിട്ട് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ മിനിമം ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അപ്പം ഇവരുടെ ഉള്ളിൽ ഈ ഒരു ആശയമുണ്ട്. നമ്മുടെ ഇപ്പം റെഡ് ഫോർട്ടിൽ അവിടെ ഒരു ബോംബ് പൊട്ടുന്നതും എല്ലാം തന്നെ ഈ ഒരു ആശയധാര ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുള്ളതിന് തെളിവാണ്. +2 പഠിച്ച് മെച്ചപ്പെട്ട ജീവിത പാന്താവിലേക്ക് പോകേണ്ട പ്രായത്തിൽ പെറ്റ തള്ള തന്നെ മുൻകൈയെടുത്ത് ഒരു ചെറുപ്പക്കാരനെ ഇസ്ലാമിക തീവ്രവാദികളുടെ പാളയത്തിലേക്ക് തട്ടാനൊരുങ്ങി എന്ന വാർത്ത പുറത്തു വന്നതോടെ അത് ഏത് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എന്ന് പറയാനാകാതെ നാക്കിറങ്ങി കണ്ണു തള്ളി ആകെ പരവശരായി മിണ്ടാട്ടമടങ്ങിയിരിക്കേണ്ട പരമഗതികേടിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ തൊഴിലാളികളും സോഷ്യൽ മീഡിയ ന്യായീകരണ തൊഴിലാളികളും കമിഴ്ന്നടിച്ച് വീണ് കിടക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയിൽ എവിടെ കിടന്ന് അഴിഞ്ഞാടിയാലും സ്ഫോടനങ്ങൾ നടത്തിയാലും അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്നും മോദി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുമുള്ള ക്യാപ്സ്യൂളുകളുമായിട്ടായിരുന്നു പ്രധാനമായിരുന്നു ഇവർ തള്ളി മറിച്ചിരുന്നത്. ഏതായാലും ഇത്തരം വായ്ത്താരികളുമായി രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം കടുത്ത ജാള്യതയോടെ മുഖത്ത് അടിയേറ്റതുപോലെ മിണ്ടാട്ടമുട്ടി ഇരിക്കുകയാണ് ഇപ്പോൾ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മഹത്തായ തുടർഭരണം 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തെ നടുക്കുന്ന വിധത്തിൽ വല്ലാതെ പെരുകിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് മുഖ്യമന്ത്രിക്കോ ഭരണകൂടത്തിനോ പാർട്ടിക്കോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എങ്കിലും കേരള ഭരണം തുടങ്ങിയ കാലത്ത് IS പോലെയുള്ള അതിതീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ട് സ്ത്രീകളടക്കം നിരവധി മലയാളികളെ കേരളത്തിൽ നിന്ന് NIA-യും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്യുകയും 11ഓളം മലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ കേരളം വിട്ടെന്നുമുള്ള വാർത്തകൾ ശക്തമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ഉത്തരവാദിത്വമുള്ള ഒരു പിതാമഹനെ പോലെ പിണറായി വിജയൻ മുന്നറിയിപ്പ് തന്നത് കേരളവും തീവ്രവാദത്തിന്റെ പടിവാതിൽക്കൽ ആണ് എന്നായിരുന്നു. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് കോവളത്ത് സംഘടിപ്പിച്ച ദേശീയ പോലീസ് സയൻസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് തീവ്രവാദം സംസ്ഥാനത്തിന്റെ വാതിൽപ്പടിയിൽ ആണ് എന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ത്രീകളും കുട്ടികളും രാജ്യം വിടുന്നു എന്നുമായിരുന്നു. Terrorism is now at our doorstep. It has been reported that some people, including women and children, have left our country to join terror outfits. Radicalization through internet, organizations and schools are on the rise. This poses grave threat even to our constitutional values of secularism and democracy. പിന്നീട് കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നുമെല്ലാം ആളുകളെ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായപ്പോൾ IS റിക്രൂട്ട്മെന്റ് ആരോപണങ്ങൾ അതിശക്തമായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും BJP അംഗം O രാജഗോപാലും PT തോമസും M രാജഗോപാലും അടങ്ങുന്നവർ IS വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചു. നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കാസർഗോഡ് നിന്ന് 17 പേരെയും പാലക്കാട് നിന്ന് 4 പേരും അടക്കം 21 പേരെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദത്തിനായി കേരളത്തിൽ നിന്ന് പോയത് എന്നും അതിൽ 10 യുവാക്കളും 3 കുട്ടികളും അടക്കമുള്ളവർ ഉണ്ട് എന്നും ഇവരൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് എന്നും ഇങ്ങനെ പോയവരിൽ കാസർഗോഡുകാരനായ ഒരു ഫിറോസിനെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഉള്ളവരെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുമായിരുന്നു പ്രസ്താവിച്ചത്. എന്നാൽ പടിവാതിൽ കടന്ന് തീവ്രവാദം നടുത്തളത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 16-കാരനെ IS തീവ്രവാദിയാക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയ സ്റ്റെപ്പ് ഫാദർ ഭരണസിതാ കേന്ദ്രത്തിനടുത്ത് വെമ്പായ ഭാഗത്താണ് താമസിച്ചിരുന്നത്. എങ്ങനെയാണ് ഒരു ശരാശരി മലയാളി ഇത്തരത്തിൽ കടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ വക്താവായി മാറിയത്? സ്വന്തം പുത്രനല്ല എങ്കിലും ഒരു കൊച്ചുകുട്ടിയെ സിറിയയിലേക്ക് അയക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ കേരള സമൂഹത്തിൽ നമുക്കിടയിൽ നിരവധി പേർ IS സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ആശങ്കയില്ലാത്ത വിധം ഉറപ്പാണ്. കേരള പോലീസ് അക്കാര്യത്തിൽ അല്പം ഉദാരമനസ്കര കാട്ടിയാലും തീവ്രവാദികളെ മുഴുവൻ പാളയത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ കട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന NIA അന്വേഷണവുമായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണിപ്പോൾ. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ 16-കാരനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർക്കാൻ ശ്രമിച്ച അമ്മയ്ക്കും രണ്ടാനപ്പനും അതിന് പിന്തുണ നൽകിയവർക്കുമെല്ലാം കനകമല IS മൊഡ്യൂളുമായി ബന്ധമുണ്ട് എന്നാണ്. ഇംഗ്ലണ്ടിൽ വെച്ച് IS-ൽ ചേരാൻ 2ാം ഭർത്താവുമൊത്ത് ഈ സ്ത്രീ മകനെ കഠിനമായി സമ്മർദ്ദത്തിലാക്കുകയും അതിന് വശംവദനാകാതെ മൂത്ത പെങ്ങളെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്ത കുട്ടി പെങ്ങളുമായി ചേർന്ന് ബ്രിട്ടീഷ് പോലീസിൽ പരാതി നൽകിയേക്കാമെന്ന് ഭയന്ന ഈ സ്ത്രീ സ്ഥലം പേരിലാക്കാനാണ് എന്ന വ്യാജം പറഞ്ഞ് കുട്ടിയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഈ സ്ത്രീയുടെ മറ്റൊരു സുഹൃത്തായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് ആറ്റിങ്ങലിലെ മതപഠനശാലയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് കുട്ടി പോലീസിന് മൊഴി നൽകിയത്.
അതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത് വിമാനത്താവളത്തിൽ വന്ന് കുട്ടിയെ സ്വീകരിച്ചയാൾ കണ്ണൂർ ജില്ലയിലെ കനകമലയിൽ നടന്ന IS റിക്രൂട്ട്മെന്റ് ഗൂഢാലോചന കേസിൽ 3 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് എന്നും ഇപ്പോൾ ആറ്റിങ്ങലിൽ തമ്പടിച്ചിരിക്കുന്ന അയാൾ അവിടെ ISന്റെ സ്ലീപ്പർ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സ്ലീപ്പർ സെല്ലുകളെ കവർ ചെയ്യാൻ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന് കഴിയാത്തതും കനകമല IS മൊഡ്യൂളിൽപ്പെട്ടവരെ നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കാത്തത് സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് എന്നുമുള്ള ശക്തമായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭീകര സംഘടനയിൽ ചേരാൻ നിർബന്ധിച്ച സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ എടുത്ത UAPA കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് റൂറൽ SP-യും റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. കണ്ണൂർ കനകമല തീവ്രവാദ ഗൂഢാലോചന കേസിലെ പ്രതിയുമായുള്ള കുട്ടിയുടെ അമ്മയുടെ ബന്ധം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതിനാലാണ് കേസ് NIA-ക്ക് വിടുന്നത്. ഇതോടെ കളി മാറി വേറെ ലെവലിൽ എത്തുമെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉറക്കത്തിലാണ്ട് കിടന്ന തീവ്രവാദികളും അവരുടെ ഇഷ്ടക്കാരുമെല്ലാം പൊങ്ങുമെന്നും ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ആറ്റിങ്ങൽ DYSP-യാണ്. കുട്ടിയുടെ അമ്മയെയും രണ്ടാനച്ഛനെയുമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കനകമല മൊഡ്യൂൾ ബന്ധം കുട്ടി സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കേരളത്തിൽ നടമാടുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവധാനതയോടെ പഠിച്ച BJP നേതാവ് ഷോൺ ജോർജ് മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ അതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കേണ്ടതാണ്. 2022 ശേഷം മാത്രം ഈ പ്രദേശത്ത് 2 പ്രാവശ്യം NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പഴയ സിമി പ്രവർത്തകർ നിരവധിയായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത്? കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സെൻ്ററായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു. ആ മാറിയ കേരള സംസ്ഥാനത്ത് ഇവരുടെ 10 വോട്ടിന് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. ഇവർ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നു. നമുക്കറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റ് ആരംഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തുടക്കത്തിലുള്ള പ്രവണതകൾ ഇതാണ്. അങ്ങേയറ്റം നടുക്കമുളവാക്കുന്നത് തന്നെയാണ് ഈ വിവരങ്ങൾ. നമ്മുടെ കൊച്ചു സംസ്ഥാനം സാക്ഷരതയിലും സംസ്കാരത്തിലുമൊക്കെ മുൻപന്തിയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ അങ്ങേയറ്റം ദാരുണമായ വിധത്തിൽ കേരളത്തിലെ അതിഭീകരന്മാരായ തീവ്രവാദികൾക്ക് വേണ്ടി കീജയ് വിളിക്കാൻ മടിയില്ലാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ കേരളത്തിലെ ജനതയിൽ ഒരു പറ്റം. ഇസ്രായേലിനെതിരെ മെക്കിട്ട് കയറി പണി വാങ്ങിക്കൊണ്ട് ചരിത്രത്തിൽ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിനെ പോരാളികളെന്ന് ഡെക്കറേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി ആർത്തു വിളിക്കാനും ഇസ്രായേൽ കൊന്നുകളഞ്ഞവരും ലോകത്തിന് തന്നെ ആവൽക്കാരികളുമായിരുന്ന ഹമാസിന്റെ നേതാക്കന്മാരെയും ഈജിപ്തിലെ വലിയ ഭീകര സംഘടനയായിരുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെയും ഹിസ്ബുള്ളകളുടെ നേതാക്കന്മാരായ തീവ്രവാദികളെയും എല്ലാം കട്ടൗട്ടും ഫ്ലെക്സുകളും ഉണ്ടാക്കി താളവും മേളവും അമ്പാരിയുമായി ആനപ്പുറത്തേറ്റി തൃത്താലയിലൂടെയും കരിപ്പൂർ വഴിയും എഴുന്നള്ളിക്കാനും ഹമാസിന്റെ നേതാക്കന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഏക ഭീകരനായ ഖാലിദ് മാഷലിനെ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും മലപ്പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ആചാര വെടിപൊട്ടിച്ച് ആദരിക്കാനും കേരളത്തിലെ ഒരുപക്ഷം മനുഷ്യർ കാട്ടിയത് ലോകോത്തര ധൈര്യം തന്നെയായിരുന്നു. ആഗോള ഇസ്ലാമിക തീവ്രവാദികളെ വാഴ്ത്തിപ്പാടുന്ന ഒരു വല്ലാത്ത പ്രവണത കേരളത്തിൽ അതിശക്തമായിരിക്കുന്നു എന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമായിട്ടുള്ളതാണ്. ഇവിടെ 16 വയസ്സുകാരനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ അതികഠിനമായി നിർബന്ധിച്ച രണ്ടാനപ്പന് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചത് കേരളത്തിൽ വെച്ച് തന്നെ ആയിരിക്കാം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വർത്തമാനകാല സ്ഥിതിഗതികൾ തീവ്രവാദത്തിന് അടിപ്പെട്ടു പോവുകയാണ് എന്ന യാഥാർത്ഥ്യം നടുക്കമുളവാക്കുന്നതാണ്. അതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞത് ഇപ്രകാരമാണ്. കേരളത്തില് ഇതൊരു സാധാരണ സംഭവമായി കാണുന്ന ഒരു സമൂഹത്തെ ക്രമേണ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും ഒക്കെ വരുത്തി തീർത്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്നതാ, ഇത് ഇന്ത്യയിലും നടക്കും, ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. 2-3 ദിവസത്തെ ഒരു വാർത്താ പ്രാധാന്യം മാത്രം. അതിനപ്പുറേ ഇത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും അപകടാവസ്ഥയിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു പരിശോധന ഇവിടുത്തെ ഗവൺമെന്റുകൾ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ബോധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പൊതുസമൂഹം അത് ചിന്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷി എവിടെയാ? കേരളത്തിന്റെ മനസാക്ഷിയെ ഈ രാഷ്ട്രീയ കക്ഷികൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എവിടെയാ? ഗാസയ്ക്കും പലസ്തീനും വേണ്ടിയൊക്കെയുള്ള ഐക്യദാർഢ്യങ്ങൾ.
ഇതൊന്നും അത്ര നിസ്സാരമായ മതേതരമൊന്നും അല്ല. ഇതൊന്നും മതേതര മുഖം അണിഞ്ഞുകൊണ്ടുള്ള സാധാരണ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ വൻകിട അജണ്ടയോടെ, വലിയ ടാർഗറ്റോടെ ഈ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് പേരെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ നിലപാടെടുക്കുന്നതെന്നാണോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഫണ്ടിങ് പോലും, മാധ്യമങ്ങളുടെ ഫണ്ടിങ് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് അപകടകരമാകുന്ന രീതിയിലുള്ള ഒരു തീവ്രവാദ വളർച്ച നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് ബോധ്യമായിട്ട് അത് തടയുവാൻ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നില്ല എങ്കിൽ, അതിന്റെ സത്യാവസ്ഥ പുറത്തു പറയാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അവരുടെ ഫണ്ടിങ് അടക്കം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുവാനല്ലേ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവുന്നത്? ഇങ്ങനെ പെൺകുട്ടികളെ കടത്തുന്നില്ല എന്ന് സമർത്ഥിക്കാനല്ലേ ഇവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ കക്ഷികളും തയ്യാറാവുന്നത്? ഇത് നമ്മുടെ മുറ്റത്തെത്തിക്കഴിഞ്ഞു, അകലെയല്ല. ഇപ്പൊ ദില്ലിയിൽ ചെങ്കോട്ടയിൽ പൊട്ടിയ സാധനം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചത് അവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു ആ കുട്ടിയെ എന്ന് കരുതിയാൽ മതി. ആ പഠനത്തിന്റെ വേരുകൾ നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയിരിക്കുക. ഇത് കോഴിക്കോടും കാസർഗോഡും എറണാകുളത്തും തൃശ്ശൂരും ഇടുക്കിയിലും കോട്ടയത്തും എല്ലാം ഇതിന്റെ വേരുകളുണ്ട്. ആ വേരുകളെ തൃപ്തിപ്പെടുത്താനാണ് ഇവിടെ ഗാസ ഐക്യദാർഢ്യവും പലസ്തീൻ ഐക്യദാർഢ്യവും മുതലക്കണ്ണീരും ഒക്കെ ഒഴുക്കുന്നത്. ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ ഇവിടെ സുരക്ഷിതമാകുവാൻ, അവർക്കിവിടെ വളരുവാൻ വളക്കൂറ് കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടങ്ങളുമാണ്. ചെങ്കോട്ടയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വമ്പിച്ച സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും നടത്തുവാൻ പദ്ധതിയൊരുക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയ തീവ്രവാദികളിൽ പലരും പിടിയിലാകുകയും ചെയ്തതിനാൽ തീവ്രവാദ നീക്കങ്ങളെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ സേന അതിശക്തമായ നീക്കത്തിലാണ്. ദില്ലിയിൽ പിടിയിലായ ഭീകരന്മാരെല്ലാം അഭ്യസ്ത വിദ്യരും മെഡിക്കൽ ഡോക്ടർമാരുമായതിനാൽ അവരെ തീറ്റിപ്പോറ്റി പരിപോഷിപ്പിച്ച അൽഫലാഖ് സർവകലാശാല എന്ന തീവ്രവാദ ഫാക്ടറി കൂടി ഇപ്പോൾ കെട്ടിപ്പൂട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടിട്ടാണോ തീവ്രവാദി മാനസന്മാരായ അപ്പന്മാരും അമ്മമാരും മക്കളെ IAS ചേർക്കുന്നതിന് പകരം ISIS ചേർക്കാൻ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്നും വല്ലാതെ ആശങ്കപ്പെട്ടു പോവുകയാണ്. ഡോക്ടറാകാനും എഞ്ചിനീയറാകാനും കലക്ടറാകാനും ഒക്കെ മക്കളെ പ്രേരിപ്പിക്കുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാരാണ് ലോകത്ത് എല്ലായിടത്തുമുള്ളത്. അത്തരത്തിൽ നന്മയുള്ള മാതാപിതാക്കളെയെല്ലാം ലജ്ജിപ്പിച്ചുകൊണ്ടാണ് വെഞ്ഞാറൻ മൂടുകാരിയായ ഈ സ്ത്രീ തന്റെ മകനെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് തള്ളിവിടാൻ പ്രേരിപ്പിച്ചത്. ഏതൊരു മനുഷ്യനെയും അമ്പരപ്പിക്കുകയും അപമാനിതരാക്കുകയും ചെയ്യുമ്പോൾ മോഡേണായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ പോലും സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്ക് കേരളത്തിൽ എന്ത് പിടിപാടാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ആരാണ് ഈ അധപ്പതിച്ച തലത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള വിവരങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിവരം ഷെക്കാന ചർച്ച ചെയ്തപ്പോൾ അന്തർദേശീയ മാധ്യമ പ്രവർത്തകനായ ജോസ് ജോൺ മല്ലികശ്ശേരി പറഞ്ഞത് ഇങ്ങനെയാണ്. IS എന്ന് പറയുന്ന സാധനം റിക്രൂട്ട്മെന്റുകൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ആദ്യം മതസ്നേഹമാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇസ്ലാം മതം ലോകത്തെമ്പാടും അവർ ബ്രദേഴ്സ് ആണ്, ഒറ്റ ചോരയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ലോകത്തിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ജീവൻ കൊടുത്തും രക്ഷിക്കണം എന്നുള്ള ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ആശയം. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇസ്ലാമിക് ആശയങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ ശത്രുക്കളാവും. അത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ജ്യൂ ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, അവരൊക്കെ ശത്രുക്കളാവും. ആ ശത്രുക്കളെ കൊല്ലുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിന്റെ ജോലി എന്നുള്ള ഒരു ബോധ്യം. അത് മതപരമായ ഒരു ബോധ്യമാണ്. ആ മതപരമായ ബോധ്യം വളർത്തിക്കൊണ്ടാണ് ഇസ്ലാമിക് ജിഹാദ് ഈ കാലത്തൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അതിന് അവർ ലവ് ജിഹാദ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ മതസ്നേഹത്തിന്റെ ഒരു എക്സ്ട്രീം ഫോം ഉപയോഗിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് മകനെ വിൽക്കുന്നതാണ്. ഈ മകനെ IS വിൽക്കുക എന്നുള്ളതാണ്. അല്ല, ഒന്നാമതിന് പൈസ കിട്ടുമെന്ന് വേണം വിചാരിക്കുക. അപ്പൊ ഇത് IS ഒരു പുതിയ റിക്രൂട്ട്മെന്റ് സ്റ്റൈലാണ് എന്ന് കൂടി മനസ്സിലാക്കണം. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളെ വിറ്റൊഴിവാക്കാനും IS ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവനെ IS ട്രെയിൻ ചെയ്തെടുക്കുവാൻ വേണ്ടി IS ഭൗതിക വെപ്പൺസ് ഉപയോഗിക്കുന്നത്. ഭൗതിക വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മനുഷ്യനെ മൃഗമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഈ പയ്യന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഒരു ട്രെയിനിങ്ങിന്റെ ഏതോ ഒരു സമയത്ത് ഇയാളുടെ മാനസിക നില തെറ്റിയതായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവൻ 10ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തില് ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നും അവിടെ നിന്ന് ഈ സ്ത്രീയുടെ
കൂടെ താമസിക്കുന്ന ഈ പുരുഷൻ ഇവന് ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നുവെന്നും ഈ സ്ത്രീയുടെ കൂടി സപ്പോർട്ട് ഇതിന് ലഭിക്കുന്നുവെന്നും, കാരണം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ കൂടെ പോകുന്ന സ്ത്രീയുടെ ഭ്രാന്തുകൾ വളരെ വ്യത്യസ്തമായ ഭ്രാന്തുകളാണ്. അപ്പം അത്തരം ഭ്രാന്തുകൾക്ക് തടസ്സമാവുന്ന ഒരു സാധനമായിട്ട് അവർ മകനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടി അവര് കണ്ട ഒരു സംഗതിയായിരിക്കണം ഇവനെ വിറ്റങ്ങ് ഒഴിവാക്കാം എന്നുള്ളത്. അപ്പൊ അതിന് ഈ ഇവരുടെ കൂടെ ചെന്ന ഈ അൻസാർ എന്ന് പറയുന്ന ആള് നല്ലൊരു വഴി, അയാൾക്ക് അറിയാവുന്ന വഴി, അയാൾ വരുന്ന വഴി, അയാൾ ഭാഗമായിട്ടുള്ള വഴി, അതിന്റെ വഴി ഉപയോഗിക്കുന്നു. കാരണം UK ഈ അറബി സംസാരിക്കുന്ന ആളുകൾ ഇവരുടെ വീട്ടിൽ സന്ദർശിച്ചിരുന്നുവെന്നും അവരുടെ കൂടെ നിർത്തി പാലസ്തീനിയൻ തരത്തിലുള്ള വേഷങ്ങളൊക്കെ ഇടിച്ചപ്പോ ഇതിന്റെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവൻ ഇത്തരം ഫോട്ടോയൊക്കെ ധരിച്ചു നിൽക്കുന്നവൻ പിന്നീട് ചത്തു കഴിഞ്ഞാൽ ആ ചത്തയുടെ പേരിൽ കൂടി പൈസ ഈടാക്കാൻ സാധിച്ചേക്കും എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇവര് പ്ലാൻ ചെയ്തത് എന്ന് വേണം വിചാരിക്കാൻ. ഈ പ്ലോട്ട് റിവീൽ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ കേരളത്തിലുള്ള ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഭീകരപ്രവർത്തകനായിട്ടുള്ള അൻസാർ എന്ന് പറയുന്ന ആള്, ഇയാള് ഈ കേരളത്തിൽ തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു IS ഭീകരനാണ് എന്ന് വേണം വിചാരിക്കാൻ. കേരളത്തിൽ ഇതിന്റെ സ്ലീപ്പർ സെല്ലുകളല്ല, ഉണർന്നു പ്രവർത്തിക്കുന്ന സെല്ലുകൾ തന്നെ ഉണ്ട് എന്നാണ് നമ്മുടെ എറണാകുളത്തെ സ്കൂളിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒളിഞ്ഞു മാത്രമൊന്നുമല്ല, തെളിഞ്ഞുകൂടെയുണ്ട്. ഈ അൻസാർ എന്ന് പറയുന്ന അവന്റെ അമ്മയുടെ കൂടെ നടക്കുന്നവൻ, അവൻ ഒന്നാം തരം തീവ്രവാദിയാണ്. അവൻ ഒരിടത്തും എക്സ്പോസ്ഡ് ആയിട്ടില്ല. അവൻ അനുജൻ മാത്രമാണ് ഈ പറയുന്ന കനകമല കേസിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. അവരുടെ കൂടെ എത്രയധികം ആളുകളുണ്ടെന്ന് ആർക്കറിയാം. ഇപ്പൊ ഇവൻ ഇവിടെ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന, അൻസാർ എന്ന് പറഞ്ഞതിനോട് ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു തീവ്രവാദിയാണ്. അവൻ എന്തോ പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി UK എത്തുന്നു. ആ UK ഈ സ്ത്രീയുടെ കൂടെ താമസമാക്കുന്നു. ആ സ്ത്രീയെ അവൻ കൈവശപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് അവനൊരു ടെററിസ്റ്റിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പയ്യനെ കണ്ടുപിടിക്കുന്നു. ഒരു ടെററിസ്റ്റിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. ഒരു ടെററിസ്റ്റ് സപ്ലൈ ചെയ്താൽ അവന് കിട്ടാൻ പോകുന്ന പണം ഒത്തിരി വലുതാണ്. അപ്പൊ അവൻ ടെററിസ്റ്റ് മാത്രമല്ല, ടെററിസ്റ്റുകളുടെ ഗുരു കൂടിയാണ് എന്ന് വിചാരിക്കണം. അത്തരം എത്രയുണ്ടെന്ന് നമ്മുടെ സൊസൈറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് വേരുകൾ അന്വേഷിച്ച് മുന്നോട്ട് ചെന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ NIA അന്വേഷിച്ചതോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ 30 കേസുകളിൽ 10 IS-മായി ബന്ധമുള്ളതാണ്. ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്ന കേസിൽ 6 പ്രതികൾക്ക് മുൻപ് കൊച്ചിയിലെ NIA കോടതി 14 വർഷത്തെ കഠിന തടവ് വിധിച്ചിരുന്നു. അതിനു പിന്നാലെ അഫ്ഗാൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ 600ഓളം തീവ്രവാദികളിൽ കേരളത്തിൽ നിന്നുള്ള IS-കാരും ഉണ്ട് എന്നാണ് നങ്കർഹാർ പ്രവിശ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിലുള്ള നെറ്റ്വർക്കുകൾ വഴിയും ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയുമാണ് പ്രധാനമായും IS-ലേക്ക് ആളുകളെ ചേർക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഇതുവരെ കേരളത്തിൽ നിന്നുള്ള 100-120 പേർ IS-ൽ ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്തതായാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇവരിൽ ചിലർ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ നേരിട്ട് പോയവരാണ്. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും പേരും കേരളത്തിൽ നിന്ന് നേരിട്ട് പോയവരും. ഇവരിലാണ് പ്രണയക്കണി വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാസർഗോഡ് ഘടകം, കണ്ണൂർ ഘടകം എന്നിങ്ങനെ പല ഘടകങ്ങൾ സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ഘടകത്തിലാണ്. അവിടെയാണ് IS-ന്റെ കനകമല മൊഡ്യൂൾ പ്രവർത്തിച്ചിരുന്നത്. വെഞ്ഞാറമൂട് കേസിലെ പ്രതികൾക്ക് ഇവരുമായിട്ടായിരുന്നു ഇടപാടുകൾ. ഈ നീക്കങ്ങളെയെല്ലാം ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഭാഗമായി വേണം കണക്കാക്കേണ്ടത്. പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ തയ്യാറായാലും ഇല്ലെങ്കിലും ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് തീവ്രവാദത്തെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളയാൻ സമാധാനകാംക്ഷികളായ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം മുന്നോട്ട് വരിക തന്നെ വേണം. കേരളം എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയത് എന്നത് അത്രമേൽ ഗൗരവതരമായ വിഷയമാണ് എന്നുള്ളത് മറന്നുപോകരുത്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.